കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കടുത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. യുപിയിലെ മദ്രസകൾക്കെതിരെ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കോടതി അതിനിശിതമായി വിമർശിച്ചു. ജസ്റ്റിസ് അതുൽ ശ്രീധരന്റെ ബെഞ്ചായിരുന്നു കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. യുപിയിലെ മദ്രസകളെ പറ്റി ഒരാൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കത്ത് നൽകുന്നു. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 300-ൽ പരം മദ്രസകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മദ്രസകളുടെ പരാതി അലഹബാദ് ഹൈക്കോടതിയുടെ മുമ്പിലെത്തുന്നു. രാജ്യത്ത് നിരവധി മുസ്ലിങ്ങൾ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എവിടെയായിരുന്നു? ഒരു ഘട്ടത്തിലും ഇടപെടുകയോ കേസെടുക്കുകയോ ചെയ്തത് കണ്ടില്ല. ഹൈക്കോടതികളുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയത്തിൽ എങ്ങനെയാണ് മനുഷ്യാവകാശ കമ്മീഷന് ഇടപെടാൻ സാധിക്കുക? രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് കോഫി കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ രാജ്യത്തുണ്ട്. അപ്പോഴൊന്നും മനുഷ്യാവകാശ കമ്മീഷനെ കണ്ടിട്ടില്ല. മനുഷ്യാവകാശം ധ്വംസിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലും ഇടപെടാത്ത കമ്മീഷൻ എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് അതുൽ ശ്രീധർ ആവശ്യപ്പെടുകയുണ്ടായി. കേസ് മെയ് 11 നീട്ടിയിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് ഹല്ലേലൂയ പാടുമ്പോഴാണ് കോടതിയിൽ നിന്ന് ഇത്തരം ഒരു നിരീക്ഷണം വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് തങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ ജസ്റ്റിസ് അതുൽ ശ്രീധരന് സാധിച്ചു.